ചൈന ഭയപ്പെടുന്ന ഒരു രാജ്യമുണ്ടോ? അല്ലെങ്കിൽ ചൈന ചൊറിയാൻ പോകാത്ത ഒരു രാജ്യമുണ്ടോ? ഉണ്ട്. അത് റഷ്യയാണ്. റഷ്യയുടെ അതിർത്തികൾ ഒരിക്കലും ചൈന മാന്താൻ പോകാറില്ല. കാരണം മുട്ടൻ പണി കിട്ടുമെന്ന് ചൈനയ്ക്കറിയാം. എങ്കിലും റഷ്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ അന്തർധാരയിൽ ചൈന ചിരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ അവർ വലിയ സുഹൃത്തുക്കളാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ചൈന അറിയാം, ചൈന ആരുടെ സുഹൃത്തായി നിന്നാലും ചതിക്കുന്ന ഒരു പ്രകൃതമാണ് ചൈനയ്ക്കുള്ളത്. റഷ്യയെയും ചൈന ഇപ്പോൾ ചതിച്ചിരിക്കുന്നു, റഷ്യ വഞ്ചന നേരിട്ടിരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് റഷ്യയെ ഞെട്ടിച്ചേക്കാവുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവ വികാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാശ്ചാത്യ പിന്തുണയുള്ള യുക്രൈനിലെ സമാധാന പരിപാലന പദ്ധതിയെ പിന്തുണയ്ക്കാൻ ചൈന സമ്മതിച്ചതായിട്ടാണ് ഇപ്പോൾ റഷ്യക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. സഖ്യകക്ഷിയായിട്ടുള്ള റഷ്യയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വഞ്ചനയായിട്ടാണ് ഇതിനെ മാധ്യമങ്ങളെല്ലാം പോർട്രേ ചെയ്യുന്നത്. ചൈന റഷ്യയുമായുള്ള സഖ്യത്തിനേക്കാൾ സ്വന്തം ആഗോള താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ചൈനയിൽ പോയപ്പോൾ ഇന്ത്യയുടെ സുഹൃത്തുക്കളിൽ ഏറ്റവും വലിയ സുഹൃത്താണ് റഷ്യ എന്നാണ് ആ സമയത്ത് വ്ളാദിമിർ പുതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത്. പക്ഷേ ചൈന കെട്ടിപ്പിടിക്കുകയാണെങ്കിലും ഒരു കയ്യിൽ ചൈന എപ്പോഴും കുത്താൻ ഒരു കത്തി കൂടെ കൊണ്ടു നടക്കുമെന്നുള്ളത് റഷ്യക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലായി. കഴിഞ്ഞ 3 വർഷമായി ബീജിംഗ് മോസ്കോയ്ക്കൊപ്പം നിലകൊള്ളുകയും യുദ്ധസമയത്ത് സാമ്പത്തികവും നയതന്ത്രപരമായിട്ടുള്ള പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും റഷ്യ ശക്തമായി എതിർക്കുന്ന ഒരു പദ്ധതിയെ ചൈന ഇപ്പോൾ പിന്തുണച്ചിരിക്കുകയാണ്. അങ്ങനെ ചൈന റഷ്യയെ പിന്നിൽ നിന്ന് കുത്തുകയാണെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള പൊതുവായ എതിർപ്പ് കാരണം ചൈന റഷ്യ ബന്ധങ്ങൾ കൂടുതൽ ശക്തമായി വളർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ മാസം ആദ്യം കീവ് മോസ്കോ തമ്മിൽ വെടിനിർത്തൽ നടപ്പാക്കിയതായി യുക്രൈൻ സൈന്യത്തെ അയക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ നാറ്റോ അംഗങ്ങളുടെ ഒരു സന്നദ്ധ സഖ്യം രൂപീകരിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. എന്നിരുന്നാലും റഷ്യ ഈ പദ്ധതിയെ പിന്തുണച്ചില്ല. പക്ഷേ മാധ്യമ റിപ്പോർട്ട് പ്രകാരം ചൈന ഈ പദ്ധതിയെ പിന്തുണച്ചു. അതായത് അങ്ങോട്ടേക്ക് നിങ്ങൾ സൈനികരെ അയക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് ചൈന ഇപ്പോൾ റഷ്യയെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. എന്തായാലും ജർമ്മൻ പത്രമായ വെൽറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന ഈ സംരംഭത്തിൽ പങ്കാളിത്തം നേടുന്നതിനുള്ള പിന്തുണയെക്കുറിച്ച് യൂറോപ്യൻ പങ്കാളികളോട് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ചൈന റഷ്യയെ പിന്നിൽ നിന്ന് കുത്തിയ ഈ ചതിക്ക് റഷ്യ എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ ലോകങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം റഷ്യയുടെ പ്രതികരണം അനുസരിച്ച് വേണം കുളം കലക്കാനിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾക്ക് അതിൽ പ്രതികരണവും മറ്റു ഉപരോധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രംഗത്തെത്താൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.